കോഴിക്കോട് CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് ദളിത് യുവാവ് ജീവനൊടുക്കി. കൈപ്പങ്ങയിൽ മേത്തൽ കൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. CPM നേതാവ് ഷെജുവിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഷെജു നിരന്തരം പണം ആവശ്യപ്പെട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മകൻ ജനം ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ദളിത് യുവാവായ കൃഷ്ണനെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്തെ CPM പ്രവർത്തകനായ ഷൈജു നിരന്തരം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രാവിലെ പണിക്ക് പോയതെന്നും പോണ മരിയില് തലേന്ന് ഒരു ഷൈജു എന്ന് പറഞ്ഞ ആളോട് പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓന് തലേന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു. എന്നെന്താ പറഞ്ഞതെന്ന് ഞാൻ കുറേ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളെ ഇനിയും ഒറ്റയ്ക്കാക്കി മൂപ്പര് പോയി. അവനെന്തെങ്കിലും നിയമ നടപടി വേണം. മരിക്കുന്നതിന് മുൻപ് യുവാവ് മകനയച്ച ശബ്ദ സന്ദേശമാണിത്. ഉണ്ണി, ഷൈജുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആകെ 15,000 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. അതാണ് അവൻ ഇത്രയും രൂപ വരെ എത്തിച്ചിരിക്കുന്നത്. പലിശ, അങ്ങനെ കൂട്ടുപലിശ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി എഴുതിയതാണ്. ഞാൻ ആ 15 വാങ്ങിയതിന് അതിലും കൂടുതൽ 15ലും കൂടുതൽ ഞാൻ അവന് പൈസ കൊടുത്തിട്ടുണ്ട്. ഷൈജു ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നും പറഞ്ഞിട്ടാണ് 2 പേര് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അവരാണ് എന്നെ ഭീഷണിപ്പെടുത്തി എഗ്രിമെൻ്റ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അവനിനി ഞാൻ 1 രൂപ പോലും കൊടുക്കാൻ തയ്യാറില്ല. അവൻ്റെ അടുത്ത് ഞാൻ 15 ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഞാൻ അവനത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. CPM പ്രവർത്തകനായ ഷൈജു നിരന്തരം വീട്ടിലെത്തി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും കൃഷ്ണന്റെ മകൻ പറയുന്നു. ഇവിടെ വരലുണ്ട്. അച്ഛൻ പൈസ കൊടുക്കാനുള്ളതിൽ വന്നിട്ട് ഞങ്ങൾ പറയാം, ഈ പിരിവിനെങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാനുള്ളതിൽ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അമ്പലത്തിൽ എന്നെ കൊണ്ടുപോയി 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ അങ്ങനെ പോയിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് വീട്ടിലൊക്കെ വന്ന് തെറി വിളിക്കുക, ഓരോന്നും അങ്ങനെ ചെയ്യുക. ഷൈജു പറഞ്ഞാൽ ഇവിടെ അമ്മേനെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് തെറി വിളിക്കുക. ക്രൈംബ്രാഞ്ചിൽ ആളുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഏതൊരു ബാങ്കിൽ ലോൺ എടുത്തെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവനോട് തെളിവ് വയ്ക്കുമ്പോൾ അവൻ തെളിവൊന്നും കൊണ്ടുവരില്ല. ദളിത് യുവാവായ കൃഷ്ണന്റെ മരണത്തിൽ CPM പ്രവർത്തകന്റെ പങ്ക് അന്വേഷിക്കണമെന്നും പ്രതികളെ കണ്ടെത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന കൃഷ്ണന്റെ വിയോഗത്തോടെ പ്രഭൃതിയും 3 ആൺമക്കളും അടങ്ങുന്ന കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ജനം, കോഴിക്കോട്.